കടയിൽ പോണം. സ്പെഷ്യൽ എന്തോന്നറിയോ? ഇറച്ചിച്ചോറ്. പോയി സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ കടയിലെത്തി. സമാധാനായി. അരി വാങ്ങിക്കാൻ വന്നിട്ട് കപ്പലണ്ടി ആദ്യം എടുത്തത്. വെയില് കൊണ്ട് ഉമ്മാടെ മോന്റെ കിളി പോയി. ഉള്ള കിളി വെച്ചിട്ട് വീട്ടിലെത്തി അരി കഴുകി വൃത്തിയാക്കി. അരി അവിടെ വെച്ചിട്ട് നമുക്ക് ബീഫിനുള്ള സാധനം എടുക്കാം. സവാള, തക്കാളി, ഇഞ്ചി, പച്ച വെളുത്തുള്ളി എടുത്തതൊക്കെ കഴുകി വൃത്തിയാക്കി. നമുക്ക് വേണ്ട സവാള. ഉമ്മിയും സവാള ഭയങ്കര പൊരിഞ്ഞ യുദ്ധത്തിൽ ഉമ്മി ജയിച്ച സന്തോഷത്തിൽ ബീഫിനെ കഴുകി വിളിപ്പിച്ച്. കഴുകിയ ബീഫിനെ സുന്ദരനാക്കാൻ പാനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം യുദ്ധത്തിൽ തോറ്റ സവാള എടുത്തിട്ട് സവാള നല്ലോണം വാട്ടിയെടുക്കാം. നല്ലോണം വാട്ടിയതിനു ശേഷം അതിൽ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് തട്ടി മറിച്ചിടാം. തരത്തി തന്നെ വീണേ. പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി എടുത്തിടാം. ഇതൊക്കെ പാടല്ലാതും കൂടെ കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് മിക്സ് ആക്കാം. പിന്നെ ഒരു കുറച്ച് തൈര്, കുറച്ച് കൂടുതൽ മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് തന്നെ നിൽക്കേണ്ടത്. ശേഷം നമ്മ ആദ്യക്ക് ബീഫ് കൂട്ടിയ അടിമോള് നല്ലോണം ഇളക്കി മറക്കി ബീഫും മസാല പിടിച്ച ശേഷം കുക്കറിലിട്ട് 4 വിസിലിടിക്കുക. എന്നിട്ടും ബീഫ് വെന്തിട്ടില്ലെങ്കിൽ 2 വിസിലും കൂടി. എന്നിട്ട് തുറന്നു നോക്കിയപ്പോ കണ്ടാഴ്ച മല്ലിയില ഇട്ട് അടുത്ത് നമ്മ ചോർമം കെട്ടാ ചാടി. ആദ്യം അതിന്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന്റെ അകത്ത് കുറച്ച് ബിരിയാണി മസാല ഇട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. വീട്ടിലുണ്ടാക്കണ സാധാ അരി എടുത്തത്. അരി വെന്ത് വന്നപ്പോ കുക്കറിലേക്കാണ് ബീഫ് എടുത്ത് കമത്തി. അതിന്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് വേറെ ഒന്നല്ല തൈരും മല്ലിയിലയും പൊതിന ആഡ് ചെയ്യണ നേരം ചോറ് വെന്ത്. എന്നാ പിന്നെ നമുക്ക് നേരെ കഴിക്കാലേ. ആദ്യം കുറച്ച് കച്ചമ്പർ, അത് കഴിഞ്ഞിട്ട് കുറച്ച് പപ്പട. ഈ രണ്ടും കൂടെ നല്ല കൂട്ടി കുഴക്ക് ഒരു പിടി. എന്റെ പൊന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ചെയ്യാം. അതും കഴിഞ്ഞ് നമ്മ നേരെ കോർണിഷിക്കൻ കിട്ടും. വീടിന്റെ അടുത്ത് കാരണം ഫ്രണ്ട്സ് ആയിട്ട് ഇടക്ക് പോവാറുണ്ട്. ഇന്നിപ്പോ ഒന്നത് എന്റെ താത്താന്റെ വീട്. എങ്ങനെയുണ്ട്? നൈസല്ലേ? ബോട്ടിൽ ഒരു തല എന്റെ ഇട്ട കരക്ക് വന്നപ്പോ താത്താന്റെ അടുത്ത് ഒരു പൂച്ച കിടന്നു. താത്താക്ക് കൂട്ടിരുന്നെന്ന് തോന്നുന്നുണ്ട്. പാവം താത്ത വന്നില്ലേ ബോട്ടിൽ. അപ്പൊ ഇന്നത്തെ ഓക്കെ ബൈ.